ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ അവതാരമെടുത്ത ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒട്ടേറെയായിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും അമ്പരിപ്പിച്ച ഒരു സംഭവമായിരുന്നു നരകാസുര നിഗ്രഹം. അസുര രാജാവായ നരകാസുരനെ വധിച്ച ശേഷം അദ്ദേഹം തടവിലാക്കിയിരുന്ന 16,100 കന്യകമാരെ ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. എന്നാൽ ഈ കന്യകമാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം അക്കാലത്തെ നിയമം അനുസരിച്ച് തടവിലാക്കപ്പെട്ട സ്ത്രീകളെ ആരും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഭാവി ഓർത്ത് ശ്രീകൃഷ്ണൻ അവരെ എല്ലാവരെയും ഭാര്യമാരായി സ്വീകരിച്ചു. അങ്ങനെ 16,100 സ്ത്രീകളെ അദ്ദേഹം ഒരേ ദിവസം വിവാഹം കഴിച്ചു. അവർക്കായി 16,100 കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്തു. ഈ വാർത്ത ദേവലോകത്തും മറ്റും വലിയ ചർച്ചാ വിഷയമായി. ആർക്കും അത്ഭുതം അടക്കാനായില്ല. ഒരു ദിവസം ത്രികാല ജ്ഞാനിയായ നാരദ മഹർഷിയുടെ മനസ്സിലും ഈ സംശയം ഉടലെടുത്തു. വീണ വീട്ടിക്കൊണ്ട് അദ്ദേഹം ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നാരദന്റെ മുഖത്ത് ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു. ഒരൽപ്പം പരിഹാസവും തമാശയും കലർത്തി അദ്ദേഹം കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, അങ്ങ് ഒരു ദിവസം കൊണ്ട് 16,100 പേരെയാണല്ലോ വിവാഹം കഴിച്ചത്. ഇത്രയധികം ഭാര്യമാർ, അങ്ങ് മനുഷ്യനല്ല, അങ്ങ് ദൈവമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ 16,108 പേർക്കും ഒരു നല്ല ഭർത്താവായി ആവശ്യമായ ശ്രദ്ധയും സ്നേഹവും കൊടുക്കാൻ അങ്ങേക്ക് കഴിയുമോ? ഒരു ദിവസം ഒരാളോടൊപ്പം ചെലവഴിച്ചാൽ പോലും എല്ലാവരുമായി ഒരിക്കൽ മാത്രം സമയം ചെലവഴിക്കാൻ ഏതാണ്ട് 44 വർഷം വേണ്ടിവരും. ചിരി നിർത്തി നാരദ മഹർഷി ചെറു പരിഹാസത്തോടെ ഒരു പരീക്ഷണമെന്നോണം അദ്ദേഹം തന്റെ ആഗ്രഹം പറഞ്ഞു. ഇത് അങ്ങക്ക് അസാധ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ ഭാര്യമാരിൽ ഒരാളെ ദാനമായി എനിക്ക് തന്നുകൂടെ? ഞാൻ അവളെ വിവാഹം കഴിക്കാൻ അങ്ങയുടെ ചുമതല അല്പമെങ്കിലും കുറയുമല്ലോ. നാരദ മഹർഷിയുടെ സംശയവും പരിഹാസവും വെല്ലുവിളിയും കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ ശാന്തമായി മനോഹരമായി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു ദിവ്യ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ട നാരദ മഹർഷി, അങ്ങയ്ക്കൊന്നിനും ഒരു കുറവുമില്ലല്ലോ. എന്നാലും അങ്ങ് നിർബന്ധിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങ് എന്റെ എല്ലാ ഭാര്യമാരുടെയും കൊട്ടാരങ്ങളിൽ പോയി നോക്കുക. എന്റെ സാന്നിധ്യമില്ലാതെ തനിച്ചിരിക്കുന്ന ഭാര്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാത്തവൾ ഉണ്ടെങ്കിൽ അങ്ങയ്ക്ക് സന്തോഷത്തോടെ അവളെ കൂട്ടിക്കൊണ്ടു പോകാം, വിവാഹം കഴിക്കുകയും ചെയ്യാം. കൃഷ്ണന്റെ ഈ മറുപടി കേട്ട് നാരദ മഹർഷിയുടെ മനസ്സിൽ വലിയ ആകാംക്ഷയായി. ഉടൻ തന്നെ അദ്ദേഹം ഓരോ കൊട്ടാരങ്ങളിലേക്കും യാത്ര തിരിച്ചു. 16,108 കൊട്ടാരങ്ങൾ. ആദ്യത്തെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ നാരദ മഹർഷി ഞെട്ടിപ്പോയി. ശ്രീകൃഷ്ണൻ തന്റെ ആദ്യ ഭാര്യയോടൊപ്പം സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ കൊട്ടാരത്തിലേക്കും പോയി. അവിടെ അത്ഭുതം, കൃഷ്ണൻ ആ ഭാര്യയോടൊപ്പം പകിട കളിക്കുന്നു. നാരദന്റെ നെഞ്ചിൽ തീവ്രമായ മിടിപ്പ് തുടങ്ങി. അദ്ദേഹം ഓരോ കൊട്ടാരത്തിലും കയറി ഇറങ്ങി 16,108 കൊട്ടാരങ്ങളും പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ച നാരദ മഹർഷിയെ ആകെ അമ്പരപ്പിച്ചു. അദ്ദേഹത്തിന്റെ സംശയം പൂർണ്ണമായും നീങ്ങി. ഓരോ കൊട്ടാരത്തിലും ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഓരോ ഭാര്യമാരോടൊപ്പവും അദ്ദേഹം തന്റെ സമയവും ശ്രദ്ധയും പൂർണ്ണമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഓരോ ഭാര്യയും വിശ്വസിച്ചത് കൃഷ്ണൻ തന്റേത് മാത്രമാണ്, മറ്റൊരിടത്തും പോയിട്ടില്ല എന്നാണ്. നാരദ മഹർഷിയുടെ പരിഹാസം ബഹുമാനമായി മാറി. അദ്ദേഹം കൃഷ്ണന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. കൃഷ്ണൻ തന്റെ 16,108 ഭാര്യമാർക്കായി 16,108 രൂപങ്ങൾ ഒരേ സമയം പ്രകടിപ്പിക്കുകയും അവരെല്ലാരുമായി ഒരേ സമയം ജീവിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് കൃഷ്ണന്റെ പൂർണ്ണ അവതാര ശക്തിയെയാണ്. ഓരോ ഭക്തന്റെ അരികിലും ഓരോ സ്ഥലത്തും ഒരേ സമയം പൂർണ്ണമായി സന്നിഹിതനായിരിക്കാനുള്ള കൃഷ്ണന്റെ ദിവ്യമായ കഴിവാണ് ഈ സംഭവം തെളിയിക്കുന്നത്. എല്ലാ ഭാര്യമാർക്കും കൃഷ്ണൻ ഒരുപോലെ പ്രാധാന്യം നൽകിയ പോലെ ഓരോ ഭക്തന്റെ പ്രാർത്ഥനയിലും കൃഷ്ണൻ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാധേ രാധേ.